അങ്ങനെ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും വിരുന്നിന് പോയി തുടങ്ങി. ഇതെന്താ കഴിയാത്തതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വലിയ ഫാമിലി ആയ കാരണം 1-2 വിരുന്നും കൂടെ ഞങ്ങൾക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ അനിയാൻ്റിയുടെ വീട്ടിലേക്കാണ് പോയത്, അങ്ങാടിപ്പുറത്തേക്ക്. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ ടേബിൾ കണ്ട ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളത് കഴിച്ച് എങ്ങിട്ടാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്താണെങ്കിലും ഇനി കുറച്ച് വിരുന്നും കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ. എന്താണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അനിയൻ്റെയും അജിതച്ചമ്മയും ബജിച്ചച്ചറിയും ഒക്കെ നല്ല രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്ത് വിട്ടു. പിന്നെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ ഇരുന്നു, സെക്കൻഡ് ട്രിപ്പാണ് ഇവരെല്ലാവരും ഇരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് നടക്കാൻ വയ്യാതെ ഇരിക്കുമ്പോഴാണ് അനിയൻ്റെ ഫ്രൂട്ട് സലാഡ് കൊണ്ട് വന്നത് കേട്ടോ. അതും കൂടി കഴിച്ചപ്പോഴേക്കും തീരുമാനമായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് അമ്മ ബാക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെടുക്കണു. എന്തായാലും കുറേ ബാക്കിയുണ്ട്, അപ്പം ഇനി വീട്ടിൽ പോയിട്ട് വേറെ ഉണ്ടാക്കണ്ടല്ലോ പറഞ്ഞിട്ട് അവിടുന്ന് അത് പാക്ക് ചെയ്ത് ഞങ്ങൾ പോന്നു.